നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൽഹി രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ വളരെ നിർണായകവും അതിലേറെ നാടകീയവുമായ ഒരു സംഭവ വികാസത്തെക്കുറിച്ചാണ്. അതായത്, ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും FIR ഇടില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് അഹങ്കാരത്തോടെ വെല്ലുവിളിച്ച ഭരണകൂടത്തിൻ്റെ പോലീസിന് മുന്നിൽ പോയി നിന്ന് ഒറ്റ പിടിവാശി കൊണ്ട് അത് ഇടിയിപ്പിച്ചിട്ടേ ഞാനിവിടെ നിന്ന് മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് വിജയിച്ച ഒരു വലിയ സംഭവമുണ്ട്. അതെ, രാഹുൽ ഗാന്ധിയുടെ ആരും പ്രതീക്ഷിക്കാത്ത ആ മിന്നൽ നീക്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾക്കിതിൻ്റെ പശ്ചാത്തലം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാർ നേതൃത്വവും സാധാരണ കണക്കുകൂട്ടാറുള്ളത് പോലെ ഒരു നീക്കമായിരുന്നില്ല അത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കാൻ പോകുന്ന വലിയൊരു മഹിളാ റാലിയുടെയും മറ്റു പാർട്ടി തിരക്കുകളിലുമാണ് രാഹുൽ ഗാന്ധി എന്നാണ് കേന്ദ്ര നേതൃത്വം വിചാരിച്ചിരുന്നത്. ഛത്രോങ്കി ഗൂഞ്ച് മഹിളാ റാലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് രാഹുൽ എന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി. BJP കേന്ദ്രങ്ങൾ ഒരു തരത്തിലും മുൻകൂട്ടി കാണാത്ത ഒരു പുതിയ സർജിക്കൽ സ്ട്രൈക്കാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഡൽഹി പോലീസിനും അമിത്ഷായ്ക്കും നേരെ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും നമ്മൾ സമാനമായ നീക്കങ്ങൾ കണ്ടിട്ടുണ്ട്. മുൻപ് ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് രാജ്യത്തിൻ്റെ സ്വന്തം ഇന്റലിജൻസ് ഏജൻസികൾക്ക് പോലും ഒരു തരത്തിലുള്ള സൂചനയും നൽകാതെ, എന്തിന് തൻ്റെ ഒപ്പം സമരരംഗത്തുള്ള സഹപ്രവർത്തകർക്ക് പോലും ഒരു ക്ലൂ കൊടുക്കാതെയാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടുപടിക്കലേക്ക് സമരം നയിച്ചത്. അന്ന് കേന്ദ്രമന്ത്രിമാരെ വിട്ട് രാഹുലിൻ്റെ കാല് പിടിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ ഭരണകൂടത്തിന് അയാളെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. അതിന് സമാനമായ എന്നാൽ അതിലും ശക്തമായ മറ്റൊരു രംഗമാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. BJPയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും നിലവിലെ കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിയുകയാണ് അദ്ദേഹം. പോരാത്തതിന് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ FIR ചാർജ് ചെയ്യില്ല എന്ന് ആവർത്തിച്ച് വലിയ വെല്ലുവിളിയും നടത്തുന്നു. എന്നാൽ കേവലം മണിക്കൂറുകൾക്കുള്ളിലാണ് ആ വെല്ലുവിളിയുടെ മറുപടി ഡൽഹി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയത്. JP നദ്ദയുടെ ആ പത്രസമ്മേളനം കഴിഞ്ഞ് മിനിറ്റുകൾക്കകം രാഹുൽ ഗാന്ധി നേരെ ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു വിദ്യാർത്ഥിയെയും കൂട്ടി വന്നെത്തുകയാണ്. ആ കുട്ടിയുടെ കഥ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. കഴിഞ്ഞ ജൂൺ 14 നടന്ന പെല്ലറ്റ് ആക്രമണത്തിൽ ക്രൂരമായി പരിക്കേറ്റ ഒരു സാധാരണ വിദ്യാർത്ഥിയാണത്. ആ കുട്ടിയുടെ ശരീരത്തിൽ ഇന്നും 200-ലധികം പെല്ലറ്റ് കഷ്ണങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 3 കണ്ണിലും 1 ഹൃദയത്തിന് തൊട്ടടുത്ത് ഉരസുന്ന രീതിയിലുമാണുള്ളത്. ഈ അവസ്ഥയിലുള്ള ആ വിദ്യാർത്ഥിക്ക് നീതി കിട്ടാൻ വേണ്ടി കഴിഞ്ഞ 14-ാം തീയതി ഇവർ പരാതി നൽകിയതാണ്. തുടർന്ന് 17-ാം തീയതി വീണ്ടും സ്റ്റേഷനിൽ പോയി FIR ഇട്ടോ എന്ന് അന്വേഷിച്ചപ്പോഴും പോലീസ് അതിന് തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾ അതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ വലിയ അനീതിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ആ വിദ്യാർത്ഥിയെയും കൂട്ടി പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യമൊക്കെ ഒഴിവുകഴിവുകൾ പറഞ്ഞു. ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള കടുത്ത നിർദ്ദേശമുണ്ട്, അതിനാൽ FIR രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന് അവർ രാഹുലിന്റെ മുഖത്തു നോക്കി തുറന്ന് പറയുകയായിരുന്നു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി തമാശയല്ലാത്ത ആ പ്രഖ്യാപനം നടത്തുന്നത്. 24 മണിക്കൂറോ 48 മണിക്കൂറോ, ഇനി അതല്ല 1 മാസമോ എത്ര ദിവസം വേണമെങ്കിലും ഞാൻ ഈ FIR ഇടുന്നത് വരെ ഇതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കും. ഈ ഉറച്ച ശക്തമായ നിലപാടിന് മുന്നിൽ ഒടുവിൽ അധികാരത്തിൻ്റെ ആ വലിയ അഹങ്കാരവും പോലീസിന്റെ നിർബന്ധവും മുട്ടുമടക്കുക തന്നെ ചെയ്തു. ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതരായി. BJP നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ ആ നുണവാദങ്ങളും വലിയ വെല്ലുവിളികളും നിമിഷങ്ങൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇല്ലാതാക്കിയത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ വശം കൂടിയുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അമിത്ഷായും നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് നമ്മൾ കണ്ടതാണ്.
ആരാണ് ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയത്? ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ അതോ വേറെ ആരെങ്കിലുമാണോ എന്നൊരൊറ്റ ചോദ്യം രാഹുൽ സഭയിൽ ഉന്നയിച്ചു. അതിന് രാഹുൽ കൊടുത്ത ഓപ്ഷൻ വളരെ കൃത്യമായിരുന്നു. അത് ഷായാണ് നിർദ്ദേശം നൽകിയതെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അതല്ല, മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ് പോലീസും അധികാരികളും ഇത് ചെയ്തതെങ്കിൽ അമിത്ഷാ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഭരണപക്ഷം പാർലമെന്റിൽ എത്താതിരുന്നതും ഓഫീസുകളിൽ ഒളിച്ചു കളിച്ചതും. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നു. മന്ത്രിമാരായ കിരൺ റിജിജുവും ജിതേന്ദ്ര സിംഗുമൊക്കെ വാർത്താ സമ്മേളനം നടത്തി ഒരു ആക്രമണവും നടന്നിട്ടില്ല എന്ന് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. പക്ഷേ ആ നുണപ്രചരണങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ടാണ് ഇരയായ ആ വിദ്യാർത്ഥിയെയും ഒപ്പം നിർത്തി രാഹുൽ ഗാന്ധി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ആദ്യം രാഹുൽ ഒറ്റയ്ക്കാണ് അവിടെ പോയതെങ്കിലും സമരം തുടങ്ങിയെന്ന വാർത്ത പരന്നതോടെ പ്രിയങ്ക ഗാന്ധിയും മറ്റു പ്രധാന നേതാക്കളും ആയിരക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളും അങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയായിരുന്നു. FIR ഇട്ട ശേഷവും ജനങ്ങൾ അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ജനങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടം എത്ര ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയാലും ജനങ്ങളുടെ ശബ്ദമായി അവർക്ക് വേണ്ടി ചോദിക്കാൻ മുന്നിൽ ഒരാളുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ജന്തർ മന്ദറിലെ സമരം അവസാനിച്ചു എന്ന് കരുതിയ ഭരണകൂടത്തോട് പോരാട്ടം അവിടം കൊണ്ട് തീർന്നിട്ടില്ലെന്ന് തെളിയിക്കുകയാണ് രാഹുൽ. ജന്തർ മന്ദറിൽ മാത്രമാണ് സമരം തീർന്നത്, അല്ലാതെ രാജ്യത്തെ ചെറുത്തുനിൽപ്പ് അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും അടുത്ത നീക്കം എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കൃത്യമായ ടൈമിങ്ങോടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ രാഹുലിന് സാധിക്കുന്നു. അധികാരികൾ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് അവിടേക്ക് നേരിട്ടെത്തി ചോദ്യം ചെയ്യുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ജനകീയ രാഷ്ട്രീയ ശൈലിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. പൂനെയിലെ ഛത്രോങ്കി ഗൂഞ്ചിൽ നടക്കാനിരിക്കുന്ന വലിയ മഹിളാ റാലിയും ഈ ഒരു പ്രതിരോധത്തിന്റെ വലിയ അലയൊലികൾ തന്നെയാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. പ്രതിപക്ഷ നിരയിലെ മറ്റു പാർട്ടികളെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് പോരാടാൻ രാഹുൽ ഗാന്ധി മുന്നിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചും എന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.